കോൺഗ്രസ് നേതാവ് വി.ആർ. കൃഷ്ണൻ എഴുത്തച്ഛന്റെ അനുസ്മരണം സംഘടിപ്പിച്ച് ബി.ജെ.പി. ദേശീയ കൗൺസിൽ അംഗം ശോഭാ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. എഴുത്തച്ഛൻ ചരമദിനത്തിൽ കോൺഗ്രസും അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. നമുക്കറിയാം, ചേറ്റൂർ ശങ്കരൻ നായരുടെ അനുസ്മരണവും അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പരിപാടികളൊക്കെ തന്നെ ബി.ജെ.പി. ആഘോഷിച്ചതിനും ഒക്കെ പിന്നാലെയാണ് ഇപ്പോൾ അടുത്ത നീക്കം ബി.ജെ.പിയുടേതായി വരുന്നത്. ലിഷോയുടെ വിവരങ്ങളുമായി. ലിഷോയ്, എന്താണ് അങ്ങനെ ബി.ജെ.പി. ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകാൻ കാരണം? ഏതെങ്കിലും നിലയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ടവരിൽ നിന്നുള്ള ഒരു പിന്തുണ ബി.ജെ.പിക്ക് കിട്ടുന്നുണ്ടോ? അതായത് വി ആർ കൃഷ്ണൻ എഴുത്തച്ഛൻ എന്ന് പറയുമ്പോൾ, അതായത് ഈ KPCCയുടെ സ്ഥാപക ജനറൽ സെക്രട്ടറിയാണ്. അതിനോടൊപ്പം തന്നെ ഈ കെ കരുണാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളുണ്ടായിരുന്ന സമയത്ത് അവരുടെ എല്ലാം തന്നെ ഗുരുനാഥൻ എന്നുള്ള രീതിക്കെല്ലാം തന്നെ പ്രവർത്തിച്ചതാണ്. ആ സമയത്ത് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിരവധി കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് വന്നു. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളും BJPയിലേക്ക് ചേർന്നിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ 21ാം ചരമവാർഷിക ആഘോഷങ്ങൾക്ക് ഇപ്പോൾ ഈ തൃശ്ശൂർ അവണിശ്ശേരിയിൽ തുടക്കം കുറിച്ച സമയത്ത് അവിടെ BJPയും കോൺഗ്രസും വ്യത്യസ്തമായ ചരമവാർഷിക ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഇതിൽ BJPയുടെ മുതിർന്ന നേതാവായ ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുകയും ചെയ്തു. ഇത് പക്ഷേ തങ്ങളുടെ രാഷ്ട്രീയമായല്ല, തങ്ങളുടെ അദ്ദേഹത്തോടുള്ള ഒരു ആദരവായാണ് ഇത്തരത്തിലൊരു ചരമവാർഷികം സംഘടിപ്പിക്കുന്നതെന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത്. അതല്ലാതെ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ എല്ലാ ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങൾ സംഘടിപ്പിക്കുമ്പോഴും പറയുന്നത് പോലെ തന്നെ തങ്ങൾ കോൺഗ്രസിന് അദ്ദേഹത്തോടുള്ള ഒരു അവഗണന അത് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് BJP പറയുന്നത്.